Hello. Welcome to market discussion of the day. Today, September 11, 2025, Thursday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് CPI ഡേ എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നേരത്തെ തന്നെ ഈ ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഓർക്കുക. ഓക്കെ, സോ എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ട്രേഡുകളിൽ പോയിട്ട് തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് തന്നെ പോവാം. ഫസ്റ്റ് എത്ര മണിക്കാണ് ന്യൂസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നു. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് ഓൾറെഡി ഒന്നേകാൽ ഉച്ചയ്ക്ക് UK ടൈമിങ് 1:15 ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ഡിസിഷനുമാണ്. യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്തൊന്ന് ശ്രദ്ധിക്കുക, ആ ഒരു സമയത്ത് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഉച്ചയ്ക്ക് 1:15 നമുക്ക് CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. സോ എക്സ്പെക്റ്റിംഗ് US നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഒരുപാട് ന്യൂസുകൾ US നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടിട്ട് തന്നെ ബാധിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ $100 മുകളിലോട്ടോ എങ്ങനെയാണെങ്കിലും $100 ഒക്കെ മൂവ്മെൻറ്റ് ഉണ്ടാവാം. ഓക്കെ, സോ അല്ല, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർകാസ്റ്റും പ്രീവിയസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഇപ്പം വരുന്ന ഡേറ്റയും 0.2% ആണ്. വരെ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് വലിയ രീതിയിലുള്ളൊരു ചാഞ്ചാട്ടം ഒന്നും ഉണ്ടാവത്തില്ല. സോ ഇന്നത്തെ CPIയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ആക്ച്വലി ഒരു NFP ഡേ പോലെ അല്ലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പോലെയൊക്കെ നോക്കി കാണണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. 1:30 മണിക്കാണ്. ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട് 3:15. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളെന്ന് പറയാനായിട്ട്. നാളെ നമുക്ക് ഫുള്ളി ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പുതിയ ആൾക്കാർ, നിങ്ങൾ പുതിയ ബ്രോക്കേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ട്. പല ആൾക്കാരും ഇന്ത്യയിൽ പല ബ്രോക്കേഴ്സും നോക്കുന്നുണ്ട്. പല ബ്രോക്കേഴ്സിനും ഇന്ത്യയിൽ വിഡ്രോവലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ എല്ലാ റെഗുലേഷൻസും UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ $100,000 വരെ യുലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞ് UKയിലെ നമ്പർ 1 ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഓപ്ഷനിലാണ്. 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താ പറയുക, നമുക്ക് ബോണസ് പ്രോഗ്രാമും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോണസ് പ്രോഗ്രാം എന്ന് പറയുമ്പം എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസും അതിൻ്റെ കൂടെ $500 $50% ബോണസുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ആപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ റെഫറൻസ് കോഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം രജിസ്റ്റർ ചെയ്തതിനു ശേഷം എന്നെ കോൺടാക്ട് ചെയ്താൽ എനിക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക ഓഫേഴ്സിനെ കുറിച്ചും എനിക്ക് ഡയറക്റ്റ്ലി പറഞ്ഞു തരാനും പറ്റും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിൽ ഒരു കാര്യം കൂടെ, നമ്മളുടെ ഈ സ്റ്റാർ ട്രേഡറാണ് നമ്മുടെ ഏഷ്യ കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നതും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റാർ ട്രേഡറാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് പോവാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 147.89 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 147
7.890 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഇപ്പോൾ JPY നിൽക്കുന്നത്. നമുക്ക് ഇനി ഇവിടുന്ന് എങ്ങോട്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. സോ 149 അവിടുന്ന് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ സെല്ലെടുത്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ജപ്പാനിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ ഇച്ചിരി മോശമാണ്. അതൊക്കെ കൺസിഡർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ലെടുത്ത് വേണമെങ്കിൽ പരീക്ഷണം നടത്താവുന്നതാണ്. തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ ഇന്നത്തെ ദിവസം തൽക്കാലം മാറി നിൽക്കാനായിട്ടാണ് പറയുന്നത്. ഇല്ല, നിങ്ങൾക്ക് സെല്ലെടുക്കണമെങ്കിൽ സെല്ലെടുത്തിട്ട് നമ്മുടെ ഇതിന് മുന്നേ ആയിട്ട് CPIയുടെ മുന്നേ ആയിട്ട് മാറി നിൽക്കുക. ഇല്ലെങ്കിൽ 147.9 ഇവിടെ നിന്നൊക്കെ സെല്ലെടുത്ത് കഴിഞ്ഞാൽ 147.80 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് സെല്ലെടുക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്തൊരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.16879 നിൽക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഫ്രാൻസിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ ഒരുപാട് മോശമായിക്കൊണ്ടിരിക്കുന്നു. പഴയ പ്രൈം മിനിസ്റ്ററിന് വോട്ട് ഓഫ് കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നടക്കുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഏകദേശം ഒരു 6-7 മാസം മുന്നേയായിട്ട് ജർമ്മനിയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മൊത്തത്തിൽ താറുമാറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫ്രാൻസും കൂടെ താറുമാറായിട്ടുണ്ട്. അതെല്ലാം ഡയറക്റ്റ്ലി യൂറോയിനെ എഫക്റ്റ് ചെയ്യും. യൂറോ ഒറ്റയടിക്കൊക്കെ താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് യൂറോയിൽ ട്രേഡ് ചെയ്യുമ്പം നോക്കി തന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ റഷ്യൻ ഡ്രോൺ പോളണ്ടിൽ വീണിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയിട്ട് നമ്മുടെ ഖത്തറിൽ ഇസ്രയേൽ ബോംബാക്രമണം ഉണ്ടായി. അതൊക്കെ എന്തായി തീരും, എന്താണ് ഖത്തറിൻ്റെ നടപടി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമായി തീരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടെയാണ് അല്ലേ. സോ അതേപോലെ ജപ്പാനിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. ജപ്പാൻ ഗവൺമെൻറ് കൊളാപ്സായി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇതൊന്നും യൂറോനെ അഫക്റ്റ്, ജപ്പാനിലെ കാര്യമൊന്നും യൂറോനെ അഫക്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് കൊണ്ടിട്ട് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എന്നിരുന്നാലും നമുക്ക് യൂറോയുടെ അടുത്ത് പറയുമ്പോൾ യൂറോ നമുക്കിപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നതായിരിക്കും യൂറോയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. തൽക്കാലത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക. 1.1500 അവിടെ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇതാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ GBP 1.3500 നിൽക്കുന്നു. അവിടെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് വിശ്വാസം. വേണം എന്നുള്ള ആൾക്കാർക്ക് 1.3500 ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ CPIയുടെ മുന്നേ ആയിട്ട് മാറി നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് നമ്മളുടെ GBPയിൽ. ഓക്കെ, നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നത് 3618, 3330 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയി 3630. പക്ഷേ ഇനി വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ബിക്കോസ് ദ ഗോൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ CPI ന്യൂസ്. CPI ന്യൂസിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് ഗോൾഡിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും എത്തട്ടെ. ഇന്ന് 3680 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സെല്ലെടുത്ത് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം. കാരണം ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ടിട്ട് കേട്ടോ, അല്ലാതെ വേറെ ഒരു ടെക്നിക്കാലിറ്റീസും ഇല്ല. ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയാണ്. അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ഒരു പരീക്ഷണം നടത്താം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അവിടെ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 3692 മുകളിൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെച്ചോണ്ട് വേണം ആ ഒരു പരീക്ഷണം നടത്തി നോക്കാനായിട്ട്. ഇതൊരു പരീക്ഷണമാണ്, ഉറപ്പൊന്നുമില്ലാത്ത ഓപ്പർച്യൂണിറ്റിയാണ്. റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കുള്ള ക്യാൻഡിൽ ആണ് റേഞ്ച് നിർണ്ണയിക്കുന്നത്. കാരണം അതാണ് US മാത്രം റൺ ചെയ്യുന്ന ഒരു ടൈമാണത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. മാർക്കറ്റിന്
സ്റ്റേ അവേ ചെയ്യുക. ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുക. കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് വരാൻ പോകുന്നത്. സാധാരണ നോർമലി നമ്മൾ CPI ഡേറ്റ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.